വഅദ് എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഉപദേശങ്ങൾ കൊടുക്കുന്നതിനും അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് തർഗീബ്, മറ്റൊന്ന് തർഹീബ്. തർഗീബ് എന്ന് പറഞ്ഞാൽ പൂതിയൊപ്പിക്കുക, തർഹീബ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. വഅദിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണത്. ഒന്ന് തർഗീബും മറ്റൊന്ന് തർഹീബും. പൂതിയൊപ്പിക്കുക, തർഗീബാക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ കാണാം, റജബ് മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെ റജബ് എന്ന ഒരു തടാകമുണ്ട്. റജബ് മാസത്തിൽ ഒരു നോമ്പ് നോൽക്കുന്ന ആൾക്ക് ആ തടാകത്തിൽ നിന്ന് അല്ലാഹു തആല കുടിപ്പിക്കുന്നതാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് തർഗീബ് പറയുന്നത്. അത് പറഞ്ഞു കാണിച്ചെന്നാൽ വിശദീകരിക്കണേക്കാൾ എളുപ്പമുണ്ടല്ലോ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്തതാണ്. തർഹീബ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. പേടിപ്പിക്കുക എന്താ പേടിപ്പിക്കുക പറഞ്ഞാൽ പലിശയിൽ നിന്ന് അമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാകുന്നു. വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണെങ്കിൽ കഠിന കഠോരവുമാണ്. വ്യഭിചാരി അന്ത്യനാളിൽ വരുമ്പോൾ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചു കൊണ്ടിരിക്കുമെന്നും ആ ചലത്തിൻ്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്കുണ്ടാകുമെന്നും വ്യഭിചാരിയുടെ തൊട്ടടുത്ത് നരകത്തിൽ കിടക്കുന്ന ആൾ പോലും അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നുമാണ് മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇതാണ് തർഹീബ് എന്ന് പറയുന്ന സാധനം. ഇത് രണ്ടുമാണ് വഅദിലുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി വഅദിലുള്ളത് താരീഖുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ നന്മയിലേക്ക് അടുപ്പിക്കുക എന്നതാണ്. താരീഖ് പറയുന്നതിന് 3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം അതുപോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കലാണ്. എല്ലാ സമയത്തും നടന്നോണമെന്നില്ല, ചിലപ്പം നടക്കും, ചിലപ്പം നടക്കാതിരിക്കും. രണ്ടാമത്തെ ഒരു ഗുണമുള്ളത് നിയ്യത്തുറക്കാൻ താരീഖ് പറ്റും എന്നുള്ളതാണ്. ഒരു അമല് ഖൽബിൽ ഉറക്കാൻ താരീഖ് പറ്റും. വെള്ളിയാഴ്ച നമ്മളൊക്കെ നാട്ടിൽ പോത്തിനറക്കലുണ്ട്. വെള്ളിയാഴ്ചത്തെ അറവിന് വേണ്ടത് നല്ലൊരു മൂരിക്കുട്ടി വേണം, അല്ലെങ്കിൽ ഒരു പോത്തും കുട്ടി വേണം. പിന്നെ നല്ല മൂർച്ചുള്ള ഒരു കത്തിയും വേണം. പിന്നെ അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കിയും വേണം. ഇങ്ങനെ 3 സാധനമാണ് അറക്കാൻ വേണ്ടത്. വലിയൊരുനാൾക്ക് നമ്മളവിടെ പോത്തിനെയും മൂരിനെയൊക്കെ അറക്കും. അതിനും വേണ്ടത് ഈ 3 സാധനമാണ്. ഒരു മൂരിക്കുട്ടിയും വേണം, മൂർച്ചുള്ള ഒരു കത്തിയും വേണം, അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കിയും വേണം. വെള്ളിയാഴ്ചത്തെ അറവും ഉദ്ഹിയ്യത്തിൻ്റെ അറവും തമ്മിൽ വേർതിരിയുന്നത് ഉദ്ഹിയ്യത്തിൻ്റെ അറവിന് പിന്നിൽ ഒരു താരീഖുണ്ട് എന്നതാണ്. അത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ താരീഖാണ്. പക്ഷേ ചില താരീഖ് ഉപദ്രവമായിട്ട് വരലുണ്ട്. എല്ലാതും ഉപകാരമൊന്നുമല്ല, ചില താരീഖ് ഉപദ്രവമാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയ കഥ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെ നൊലോളിച്ച് പറഞ്ഞു. അങ്ങനെ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ എനിക്കത് അങ്ങനെ പറയാൻ കഴിയൂല. അറക്കാൻ കൊണ്ടുപോയിട്ട് പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും അത് ജിബ്രീൽ സ്വർഗത്തുനിന്ന് ആടിനെ കൊടുന്ന കേസല്ലേ. സംഭവം ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തുനിന്ന് ആടിനെ കൊണ്ടുവന്നു എന്ന ഇൽമ് നമുക്കവിടെ ഉപദ്രവമായിട്ടാണ് മാറുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തുനിന്ന് ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അറക്കാൻ കൊണ്ടുപോയത് തന്നെയാണ്. അല്ലാഹു തആല നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് വഹി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പം മരിച്ചു എന്ന് കരുതി പറഞ്ഞ തന്നെയാണ്. വാപ്പ നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞത് ആടിനെപ്പോൾ കൊണ്ടുവരുന്ന് കരുതി പറഞ്ഞതല്ല, ജീവൻ പോകുന്ന കരുതി പറഞ്ഞത് തന്നെയാണ്. ഇങ്ങനെ ചില വിവരങ്ങളും ചില താരീഖുകളൊക്കെ ഉപദ്രവം ആവലുണ്ട്. പക്ഷേ ഭൂരിഭാഗം താരീഖുകളും ഉപകാരം തന്നെയാണ്. അപ്പം നിയ്യത്തുറക്കാൻ താരീഖ് പറ്റും. താരീഖിൻ്റെ മൂന്നാമത്തെ ഒരു ഗുണമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവാൻ താരീഖ് പറ്റും. താരീഖ് ശരിക്കും അതിനുള്ളതാണ്.
നമ്മളൊരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴേക്ക്, ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുമ്പോഴേക്ക്, 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോഴേക്ക് വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നുക. ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, തഹജ്ജുദിൻ്റെ പോരിശ അങ്ങനെ പറയും. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഉറങ്ങണേൻ്റെ മുന്നേ എല്ലാ ദിവസവും രാത്രി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ 2 റക്അത്ത് തഹജ്ജുദ് ഒടുക്കും എത്തുന്നില്ല എന്ന് മനസ്സിലാവും. സാലിം വൈസി വലിയ വേദന, മൂപ്പരിങ്ങനെ നടന്ന് പറയുന്നല്ലേ, എന്തോ ഒരു വേദാന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മുഹിയുദ്ദീൻ മാല അങ്ങനെ പാടിയത്. 40 ഇറ്റാണ്ടോളം വയത് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. അപ്പോഴാണ് നമ്മളെ വേദന എടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുക. താരീഖ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം 3ാമത്തതാണ്, നമ്മളെ എടുക്കും എത്തിയില്ലല്ലോ പടച്ചോനെ എന്ന് മനസ്സിലാവും. ഇതാണ് സംഗതി. അപ്പോൾ വയലിൽ ഇതൊക്കെ ഒരുങ്ങി ബാക്കിയുള്ളൊരു സാധനമാണ് ഇർഷാദ്. മഹല്ല് തലങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കേണ്ടി വരുന്നത് ഇർഷാദിന് വേണ്ടിയിട്ട്. ഇനി അനുബന്ധമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. നസീഹത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കൗൺസിലിങ്. മറ്റൊന്നുണ്ട് തർബിയത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പാരൻറ്റിങ്. ഇങ്ങനെ ദൈവത്തിൽ ഇനിയും ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഇർഷാദിനെ കുറിച്ച് പറയാം. ഇർഷാദ് എന്നത് മഹല്ല് തലങ്ങളിൽ നമ്മളെപ്പോഴും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മഹല്ലത്തുകളിൽ നമ്മൾ അഭിമുഖീകരിക്കാനുള്ളത്. ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായ വിപത്തുകൾ 4 എണ്ണമാണെന്നാണ് വിനീതമായ എൻ്റെ നിരീക്ഷണം. 1, ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തേത് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. 2ാമത്തേത് വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നു. 2, വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. 3ാമത്തേത് റിദ്ദത്ത്, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോവുക എന്ന റിദ്ദത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നതിൻ്റെ കാരണം. സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ. 1ാമത്തെ കാര്യം, ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറേ ഉണ്ട്. മദ്യം മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല, ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിന വണ്ടീനെ എടുത്തുങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനമൊക്കെ എടുത്തിടന്നെ. ഇതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ. അവസാനം കൗണ്ടറിൽ എത്തിയേക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കയ്യിൽ കാശില്ലായിട്ട് കാർഡ് എടുത്ത് കൊടുക്കണതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സാധനം വാങ്ങണം, നല്ലത് വാങ്ങണം, ക്വാളിറ്റി ഉള്ളത് വാങ്ങണം, ഒക്കെ വേണം. പക്ഷെ ആവശ്യമുള്ളതല്ല വാങ്ങണ്ടേ, കാണുന്നതല്ലല്ലോ വാങ്ങണ്ടേ. നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങൽ, കാണുന്നതൊക്കെ അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക്, അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. ഒരു 100 റുപ്യൻ്റെ ബനിയൻ വാങ്ങാൻ വേണ്ടിയിട്ട് 10 പീടി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതൊരു കടയിൽ കയറി അവിടെ 4 ഐറ്റം ഉണ്ടാവും, അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ആവശ്യമുള്ളതൊക്കെ ചെയ്യാം.